ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കിൾ വിത്ത് സെൻറ്റർ O ആൻഡ് റേഡിയസ് 8 cm is inscribed in a quadrilateral ABCD in which P, Q, R, S are the points of contact. If AD perpendicular to DC and BC equal to 30, BC equal to 30, BS equal to 24, find the length of DC. DCയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? സൊല്യൂഷൻ നോക്കാം. ഞാൻ ആ ഡയഗ്രാം കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലായാലോ, ഒരു ക്വാഡ്രിലാറ്ററൽ ABCD ഉണ്ട്. ഈ സർക്കിള് ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡിനെയും ഇൻറ്റേർണലി ടച്ച് ചെയ്യാണ്. ഈ സർക്കിള് ടച്ച് ചെയ്യാണ്. അഥവാ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡെല്ലാം ടാൻജൻസ് ആണ്. ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡ്സ് സർക്കിളിന് ടാൻജൻ്റ് ആണ്. P, Q, R, S ആർ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. ഇവിടെ ഈ ആംഗിൾ 90 ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. പിന്നെ BC ഈക്വൽ 30 അല്ലേ, BS ഈക്വൽ 24. ഞാനത് ആദ്യം മാർക്ക് ചെയ്തേക്കട്ടെ. BS ഈക്വൽ 24. BS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. BS ഈ ഡിസ്റ്റൻസ് 24 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് 24 ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസും 24 ആയിരിക്കില്ലേ. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 24 ആവണം. എന്താ കാരണം? ബി എന്ന് വരയ്ക്കുന്ന 2 ടാൻജൻസുകളാണ്. ഒന്ന് BS, വേറൊന്ന് BR. എസും ആറും കോണ്ടാക്റ്റ് ആണ്, പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ BSഉം BRഉം ബി എന്ന് വരയ്ക്കുന്ന 2 ടാൻജൻസുകളാണ്. എക്സ്റ്റേണൽ പോയിൻ്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസിൻ്റെ ലെങ്ത്ത് സെയിം ആണ്. അപ്പോൾ അത് 24 ആകുമ്പോൾ ഈ ലെങ്ത്തും 24 ആയിരിക്കും. BR 24 ആണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാർക്ക് ചെയ്യുന്നുള്ളൂ. BC 30 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. BC എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, B മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ്. BC 30 ആണ്. ആ 30ൽ ഇത്രയും ഭാഗം 24 ആയി പോയി. BC 30 ആണ്. ആ 30ൽ ഇത്രയും 24 ആണെങ്കിൽ റിമൈനിങ് ഡിസ്റ്റൻസ് ഇത് 6 ആയിരിക്കും അല്ലേ. ബാക്കി വരുന്ന ഡിസ്റ്റൻസ് 6 ആയിരിക്കും. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് സെയിം അല്ലേ നോക്കിയേ. ഈ 2 ഡിസ്റ്റൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ 2 ഡിസ്റ്റൻസും സെയിം ആണ്. കാരണം C എന്ന് വരയ്ക്കുന്ന 2 ടാൻജൻസുകളാണ് CRഉം CQവും. CQവും CRഉം സെയിം ആയതുകൊണ്ട് CR 6 ആണ്. അപ്പോൾ CQവും 6 ആയിരിക്കണം. നമ്മൾ അറിയാവുന്ന ഡിസ്റ്റൻസുകളെല്ലാം എഴുതി വെക്കുക. അത് അൾട്ടിമേറ്റ്ലി അത് യൂസ്ഫുൾ ആയിക്കോളും. ഇത് 6 ആണ്. നമുക്ക് എന്താ വേണ്ടത്? DC. D മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അതിൽ ആ DQയും കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് DC കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ആ DQയും കൂടിയും കിട്ടണം. ഞാൻ ഇവിടെ P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്തേക്കട്ടെ. ജോയിൻ വിത്ത് സെൻറ്റർ, പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ജോയിൻ ചെയ്തു. അതുപോലെ Oയിൽ നിന്ന് Qയിലോട്ടും ജോയിൻ ചെയ്തു. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു സ്ക്വയർ ആണെന്ന്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്ക്വയർ ആയിട്ട് തോന്നുന്നുണ്ട് ഇല്ലേ. സ്ക്വയർ ആവണം. ഇത് 90 ഡിഗ്രി. ഇത് 90 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആണല്ലോ. അതെന്താ കാരണം 90? അതായത് ഇത് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റും സെൻറ്ററും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈന് ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. അതുപോലെ ഇതും 90 ആണ്. 90 90 90. അപ്പോൾ ഇതും 90 ആണ്. ശരിയല്ലേ. പിന്നെ OP എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. റേഡിയസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 8 ആണ്. വായിച്ചു ചോദിക്കും. റേഡിയസ് 8 ആണ്. ഇതും 8 ആണ്. ഇതിപ്പോൾ മനസ്സിലായില്ല, ഇതിപ്പോൾ സ്ക്വയർ ആണെന്നുള്ളത് ക്ലിയർ ആണ്. 4 സൈഡ് ആംഗിൾ 90 ഡിഗ്രി ആൻഡ് ഈ 2 അഡ്ജസൻറ്റ് സൈഡും സെയിം ആണ്. സോ ദിസ് മസ്റ്റ് ബി എ സ്ക്വയർ. 8 8.
അപ്പോൾ ഡി സി വിൽ ബി 8 + 6 14 വരും. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പുകൾ ഇവിടെ കൃത്യമായിട്ട് എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് അത്യാവശ്യം സ്റ്റെപ്പുകൾ എഴുതാം. അപ്പോൾ എന്തെന്നാൽ നമ്മൾ തുടങ്ങിയത് എസ് ബി = 24 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഉടനെ എഴുതുക SR 24. അതിനുള്ള റീസൺ നിങ്ങൾ എഴുതിക്കോളല്ലോ. എന്താണ്? ദ ഡിസ്റ്റൻസ് ദ ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിൻ്റ് ആർ ഈക്വൽ. റീസൺ നിങ്ങൾ എഴുതണം. ഓക്കെ, റീസൺ നിങ്ങൾ എഴുതണം. തിയറമാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ തിയറം. റീസൺ നിങ്ങൾ അവിടെ എഴുതുക. ദ ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിൻറ്റ്സ് ആർ ഈക്വൽ. അപ്പോൾ SR 24. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് RC കിട്ടും. RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 - 24. ഓർമ്മയുണ്ടല്ലോ അല്ലേ? 6 കിട്ടി. അപ്പോൾ നമുക്ക് CQവും 6 കിട്ടി. ഈക്വലാണ്. അതിനുള്ള റീസൺ നമുക്കറിയാം. നിങ്ങൾക്കത് വേണമെങ്കിൽ എഴുതാം. ദ ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഫ്രം ദ എക്സ്റ്റേണൽ പോയിൻറ്റ്സ് ആർ ഈക്വൽ. എന്നിട്ട് താഴെ ഈ 8 ആവുന്ന കാര്യങ്ങളെല്ലാം എഴുതാം. OP = OQ = 8 വിച്ച് ഈസ് റേഡിയസ്. പിന്നെ ഈ 4 ആംഗിളിൻ്റെ കാര്യം എഴുതാം. ആംഗിൾ D 90 ഡിഗ്രി ഗിവൺ. പിന്നെ ആംഗിൾ P = ആംഗിൾ Q = 90 ഡിഗ്രി. അത് തിയറാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതിക്കോളല്ലോ അല്ലേ? എന്താണ്? ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ്. 90 90 90 വന്നാൽ നാച്ചുറലി മറ്റേതും 90 തന്നെയായിരിക്കണം. അത് പിന്നെ അറിയാമല്ലോ. ടോട്ടൽ 360 ആവുന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. 90 90 90 അല്ലേ? 3 90 ആണെങ്കിൽ ലാസ്റ്റ് 1 90 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്ക്വയർ അല്ലേ? ഇറ്റ് ഈസ് ക്ലിയർലി സ്ക്വയർ. ഹെൻസ് DQ = 6. സോറി, DQ = 8. സ്ക്വയർ ആണ് കിട്ടുന്നത്. DQ = 8. സോ DC ആണ് ക്വസ്റ്റ്യൻ. DC will be 8 + 6 14 സെൻറ്റിമീറ്റർ.